ഹായ് ഗൈസ്, ഇപ്പം ഞാൻ ജോലി സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഞാൻ മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് എനിക്ക് യൂട്യൂബ് സൈറ്റിൽ നിന്ന് ഒരു മെയിൽ വന്നത്. ഇന്നലെ ഓൾറെഡി ഈ സംഭവം സംഭവിച്ച് ഞാൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് വീണ്ടും ഈ മെയിൽ കണ്ടപ്പം ഞാൻ പറയാണ്ടിരിക്കാൻ എനിക്ക് തോന്നില്ല. അതുകൊണ്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. ഓക്കെ, അമയ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ ഒരു മാസം മുമ്പ് എല്ലാവരും ഒരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ടിയ അഡ്വിക് ചാത്തം കുളം എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. അതിനകത്ത് നിമിഷ രാജേഷ് അവരൊരു കോണ്ടന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാ യൂട്യൂബറും ചെയ്തു, ഞാനത് ചെയ്തില്ലായിരുന്നു. എനിക്ക് ആ സമയത്ത് വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് അത് കണ്ടന്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാ ക്ലിപ്പും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചാണെങ്കിൽ പോലും ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അമ്മയുടെ ചാനൽ സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം പറയാം, സോഷ്യൽ മീഡിയ വന്നിട്ട് നമുക്ക് എന്ത് വേണമെങ്കിലും കാണിക്കുമ്പം ആൾക്കാർ കമന്റ് ഇടും, അഭിപ്രായം പറയും, ചിലവരടുത്ത് വീഡിയോ ചെയ്യും, തെറ്റ് കണ്ട് അത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യും. ഇന്ന പോലെയാണ് നിങ്ങളുടെ ഭാഗത്ത് തെറ്റ്, അത് മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ആൾക്കാർ വിവരിക്കും. അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയ നിൽക്കാവുള്ളൂ, ഈ വീഡിയോസ് ഇടാവുള്ളൂ. ഞാൻ ഉള്ള കാര്യം നിങ്ങളോടൊക്കെ തുറന്ന് പറയാം. അപ്പോൾ ഈ പറയുന്ന നിമിഷ രാജേഷ് അവരോടാണ് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ ആ ഒരു വീഡിയോ, ആ കുട്ടീൻ്റെ വീഡിയോ, കുട്ടിക്ക് ബാഗ് മേടിക്കുന്നു, അത് മേടിക്കുന്നു, ചീപ്പ് മേടിക്കുന്നു, സോപ്പ് മേടിക്കുന്നു, അതൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇടുമ്പോൾ ഇതൊക്കെ കാണുന്ന കുട്ടികളുണ്ട്. കൂടുതലും നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്ന കുട്ടികളാണ്. ഇപ്പം ഈ അടുത്ത സമയത്ത് പേർലിമാണിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ പേർലിമാണിയുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, പേർലിമാണിയുടെ ആ ചാനലിൽ തന്നെ കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ വലിയ ആൾക്കാർ വരെ കാണുന്നതാണ്. അതിനകത്ത് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഡബിൾ മീനിങ് ടോക്കും കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ആൾക്കാർ വിമർശിച്ചായിരുന്നു. കാരണം കൊച്ചുകുട്ടികൾ കാണുന്ന വീഡിയോസുകളൊക്കെയാണ് കൂടുതൽ ആ ഒരു ചാനലിൽ. അപ്പോൾ ആൾക്കാർ നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ബാഗ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇടുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ചില കുട്ടികൾക്ക് വീട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുക, എനിക്കത് വേണം, ആഗ്രഹമാണ്, അങ്ങനെയൊക്കെ കാണിക്കുകയൊക്കെ ചെയ്യും. ചിലവർ കമൻറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് പൈസ ഉണ്ട്, അവർ കാണിക്കുന്നു എന്നൊക്കെയുള്ള രീതി കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തോ ആയിക്കോട്ടെ. അപ്പം ഒരുപാട് യൂട്യൂബേഴ്സിന് ഈ ഫാമിലിയിലുള്ളവരൊക്കെ തന്നെ, ഈ ഫാമിലിയുള്ളവരല്ല സോറി, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. മെസ്സേജ് അയച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ടില്ല അവരങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ അത് വേണമെന്നും പറഞ്ഞ് വാശി പിടിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെ ആൾക്കാർ കോണ്ടന്റ് ചെയ്തതാണ്. അതിന് ഈ പറയുന്ന ചേച്ചി ഇപ്പോൾ വന്നിട്ട് ഈ അമ്മയ്ക്ക് സ്ട്രൈക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം 7 ലക്ഷത്തോളം വ്യൂവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരാണ് പറയുന്ന പോലെയല്ല ഒരു പെണ്ണ് പറയുന്നത്, രണ്ട് ഡിഫറൻസ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ പെണ്ണുങ്ങൾക്ക് ഒരു പെണ്ണ് പറയുന്ന കാര്യങ്ങൾ കണ്ടെടുത്താൽ കണ്ടുകൂടാം. അമ്മയ്ക്ക് അത്യാവശ്യം നല്ല വ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു, നല്ല രീതി ഉണ്ടായിരുന്നു, നല്ല സപ്പോർട്ടും ഉണ്ടായിരുന്നു, നെഗറ്റീവും പോസിറ്റീവും എല്ലാം ഉണ്ടായിരുന്നു. കൂടുതലും സപ്പോർട്ടായിരുന്നു. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സും കയറിയിട്ടുണ്ട്, അവരുടെ ആ വീഡിയോയിൽ അത് പറയുന്നുമുണ്ട്. അതിനിപ്പോൾ വന്നിട്ട് ഈ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ അടിക്കുന്നതോടെ എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വില കളയുവാന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ, അമ്മ പറയുന്ന വീഡിയോ വെക്കാം. അത് കഴിഞ്ഞിട്ട് ആ പിള്ളേരുടെ വീഡിയോ ഞാൻ ചെയ്തില്ല, ഞാൻ ജസ്റ്റ് കാണാം എന്ന് വെച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, എന്തായാലും നമുക്ക് തുടങ്ങിക്കോ. വീഡിയോന്റെ താഴെ നല്ല അന്തസ്സായി നെഗറ്റീവ് കമന്റ് വന്നു. പല അമ്മമാരും ഇത് കണ്ടിട്ട് പല ഇൻഫ്ലുവൻസേഴ്സിനും കയറി മെസ്സേജ് അയച്ചു. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുത്ത് നോക്കിയ സമയത്താണ് നമുക്ക് മനസ്സിലായത്, ഒരു കുട്ടി സ്കൂളിൽ പോകുന്ന സമയത്ത് വാങ്ങേണ്ട എത്ര സാധനമാണോ അമ്മയും കൂടെ വാങ്ങിയേ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിൽ വന്നു. അപ്പം ഞാൻ ഓട്ടോമാറ്റിക്കലി ആ വീഡിയോ എടുത്തുകൊണ്ട് വിത്ത് റെസ്പെക്ട് ഞാൻ സംസാരിച്ചു. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, 7 ലക്ഷം വ്യൂ കിട്ടി, നല്ല കമൻസ് വന്നു, നല്ല സബ്സ്ക്രൈബർ വന്നു, അത്യാവശ്യം നല്ല രീതിയിൽ പോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക, ഒരു ലൈക്കും ഒരു ഹൈപ്പും തന്നേക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യുക, സബും ചെയ്തേക്കുക. യൂട്യൂബ് കാണുമ്പോൾ അമ്മയെ പറഞ്ഞപ്പോഴാണ് ഞാനതൊന്ന് ഓർത്തത്. അമ്മ ഇനി പറഞ്ഞു. എന്നടാ പ്രൈവസി വയലേഷൻ. ആദ്യം ഞാൻ ബ്ലർ ചെയ്തു, രണ്ടാമത് ഞാൻ ട്രിം ചെയ്തു, എന്നിട്ട് ഇവരെൻ്റെ വീഡിയോ റിമൂവ് ചെയ്തു, എന്നിട്ടും ഞാൻ വായടച്ചിരുന്നു. എന്നിട്ട് ഇന്ന് രാവിലെയും പ്രൈവസി വയലേഷൻ. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്. അതിൻ്റെ കുന്തത്ത് കൊണ്ടുപോയി നിങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏത് ടീനമോളാണെങ്കിലും എടുക്കാനും റിയാക്ട് ചെയ്യാനും ആ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും റൈറ്റ് ഉണ്ട്. അത് പറഞ്ഞു വളരെ കറക്റ്റ് കാര്യമാണ്. സോഷ്യൽ മീഡിയ വന്നിട്ട് 2 മക്കൾക്ക് 3 ബാഗ്, അത് നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല, അവർ ആ വീഡിയോയിൽ തന്നെ അവർ ആ ബാഗിന്റെ പരസ്യം കൊടുത്തിട്ടുണ്ട്, പ്രൊഡക്റ്റ്. അപ്പോൾ ഇത് കണ്ടിട്ട് ചില ആൾക്കാരെ ക്ലിക്ക് ചെയ്തിട്ട് അതേ ബാഗ് മേടിക്കും. അവർക്ക് അങ്ങനെയും കൂടെ വരുമാനം കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ കുറേ ആൾക്കാർ മണ്ടന്മാരാണ്. ഇതൊക്കെ കണ്ട് വിശ്വസിച്ച് കുറേ സാധനങ്ങളൊക്കെ എടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഈ അമ്മയുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമന്റ് ഇടുന്നുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ വേറെ പണിക്ക് പോയിക്കൂടെ എന്നുള്ള രീതിയിൽ. പണിയുള്ളവരുണ്ട്, പണിയില്ലാത്തവരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ യൂട്യൂബേഴ്സിന്റെ ചരിത്രം വല്ലതും അറിയാവോ? ഇല്ല. ഈ പറയുന്ന അമ്മയ്ക്കാണെങ്കിൽ നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കൂടെ സൈഡായിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഞാനാണെങ്കിൽ കുറച്ച് നാൾ മുമ്പ് കപ്പലിലായിരുന്നു, ഇപ്പം എൻ്റെ വീട്ടിലിരിപ്പുണ്ട്.
ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ട്. നീയൊക്കെ പണിക്ക് പോടാ, നിനക്കൊക്കെ നാണമില്ലടാ ഒരു ഫോണൊക്കെ എടുത്തിട്ട്, അങ്ങനെ കുറച്ച് കമൻസ് കാണാൻ ഇടയിട്ടുണ്ടായിരുന്നു. എടാ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള ആൾക്കാരെ പറ്റിക്കുന്ന കുറേ പരിപാടികൾ ആൾക്കാർ കാണിക്കുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടെത്തിക്കാറുമുണ്ട്. കുറേ ആൾക്കാർക്ക് അത് ബോധ്യപ്പെടാറുണ്ട്. ചിലവർ എന്ന് ചതിക്കപ്പെടുന്നിടത്തു നിന്ന് എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഊരിക്കൊണ്ട് വന്നിട്ടുമുണ്ട്. അതൊക്കെ ചുമ്മാ ഒരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിന്നെ പോലുള്ളവന്മാരൊക്കെ വന്ന് അവരാധം എഴുതുമല്ലോ. ഈ കമൻറ്റ് ഇടുന്നവരെ കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ പണി നോക്കടാ, അത്രേ പറയാനുള്ളൂ. ഞാൻ കുറേ കമൻറ്റ് കേട്ടു, നിനക്കൊക്കെ വേറെ പണിയില്ലെന്നും പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങളെ ഹാം ചെയ്യാത്ത രീതിയിലാണോ ചെയ്യുന്നത് എന്ന് മാത്രം നോക്കിയാൽ മതി. ഞാൻ ചെയ്ത വീഡിയോ വേഴ്സ് ആണെങ്കിൽ ഒരിക്കലും എൻ്റെ വീഡിയോൻ്റെ താഴെ എനിക്ക് ഇത്രയും കമൻസ് കിട്ടൂല. ഇത്രയും കമൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അഭിപ്രായവുമായിട്ട് പലരും യോജിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അപ്പം അങ്ങനെ ഒരു വീഡിയോ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ഇത്രമാത്രം പൊള്ളേണ്ട ആവശ്യമില്ല. അങ്ങനെ പൊള്ളുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? മര്യാദയ്ക്ക് വീഡിയോ ചെയ്യണമായിരുന്നു, ഒരു ലിമിറ്റ് ചെയ്യണമായിരുന്നു. ക്രിട്ടിക്സ് ഏറ്റുവാങ്ങാൻ പഠിക്കണം. ഇപ്പം ചെറിയ പ്രായമാണ്, ഈ വലുതായി നമ്മൾ വളർന്നിങ്ങനെ പന്തലിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മൾ അംഗീകരിക്കണമെന്നില്ല. എല്ലാവരും നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം തലകേറ്റി വെക്കണമെന്നില്ല. ചിലവർ അംഗീകരിക്കാം, ചിലവർ നമ്മൾ ഒഴിവാക്കാം, ചിലവർ നമ്മളെ താഴ്ത്തി കെട്ടാൻ എന്തുണ്ടാവും. അപ്പൊ അന്നേരൊക്കെ കയറിയിട്ട് ഇങ്ങനെ രോഷാകുല ആയിട്ടുണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമാണ്? ആദ്യം തന്നു ഞാൻ വിട്ടു, രണ്ടാമത് തന്നു ഞാൻ വിട്ടു, മൂന്നാമത് തന്നു വിട്ടു. ഇന്നലെ എൻ്റെ ആ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തു, 7 ലാക്ക് കിട്ടി, ഞാൻ എന്നിട്ടും ഒഴിവാക്കി. ഇന്ന് വീണ്ടും ഇട്ടേക്കുക. നാണല്ലേ, ഉളുപ്പില്ലേ? അപ്പം സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നല്ല കമൻസും കിട്ടും, നെഗറ്റീവ് കമൻസും കിട്ടും. രണ്ടും സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം വീഡിയോ ചെയ്യാം. അല്ല ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ തുടങ്ങുക, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം വീഡിയോ ഇട്ട് കൊടുക്കുക. പിന്നെ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അമ്മയെ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ എനിക്ക് നിമിഷ എന്ന് പറയുന്ന ആ വ്യക്തിയോട് പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ എല്ലാവർക്കും ഇങ്ങനെ സ്ട്രൈക്ക് കൊടുക്കും, കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ ആ വീഡിയോ കിട്ടും. അത്യാവശ്യം പണി അറിയാവുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറയുന്ന ഫീൽഡിലൊക്കെ വന്നിരിക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് ആദ്യമൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഇപ്പം നിങ്ങളൊരു സ്ട്രൈക്ക് അടിച്ചാൽ എങ്ങനെ പോയൊരു 10-14 ദിവസത്തിനുള്ളിൽ ആ വീഡിയോ അവിടെ വരും. പിന്നെ ആ വീഡിയോ തൊടാൻ നിങ്ങൾക്ക് പറ്റൂല, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പിന്നെ നിങ്ങൾ ഈ സ്ട്രൈക്ക് അടിച്ച് നിങ്ങളുടെ സമയം കളയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അത്രയും കൂടെ വില പോകത്തേ ഉള്ളൂ. ഇപ്പം അമ്മയ്ക്ക് സ്ട്രൈക്ക് അടിച്ചുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഈ ഒരു കാര്യം സംസാരിച്ചത്. ഇപ്പം ഇനി ഇവർ പറഞ്ഞൊന്നും ഉറക്കല്ലേ, ഇനി അവർക്ക് വേണ്ടി അവൻ ചോദിക്കാൻ വന്നതൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇതുവരെ അതിനോട് സംസാരിച്ചിട്ട് പോലുമില്ല, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പിന്നെ വീഡിയോ എല്ലാം കണ്ട് എന്തോ ദിലീപ് കേസെല്ലാം കണ്ട് ഒരു കമൻറ്റ് മാത്രം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഞാൻ വേണ്ടിയിട്ട് പോലില്ല. ഇതൊരു കണ്ടന്റ് ആണെന്ന് തോന്നിയിട്ട് മാത്രമാണ്. കാരണം എനിക്കും സ്ട്രൈക്ക് അടിയും കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ്. എനിക്ക് അതുപോലെ ഈ സ്ട്രൈക്ക് അടിക്കുന്ന നാറികളെ എനിക്ക് കണ്ടെടുത്താൽ ഉള്ള കാര്യം പറയാമല്ലോ. സ്ട്രൈക്ക് അടിക്കുന്ന കുറേ ടീംസുകളുണ്ട്, കൂടെ നിന്നിട്ട് ഉണ്ടാക്കാമെന്ന് പറയത്തില്ലേ, അങ്ങനെയുള്ള ടീംസിനെ ഒന്നും എനിക്ക് കണ്ടെടുത്താൽ കണ്ടുകൂടാം. സ്ട്രൈക്ക് എന്ന് കേട്ടാൽ എനിക്ക് ദേഷ്യം. അതിപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഓക്കെ, ന്യായമുള്ള കാര്യത്തിൽ എനിക്ക് കൊടുക്കുന്ന പോലല്ല. കൂടെ നിന്നിട്ട് ഉണ്ടാക്കുന്ന ടീംസൊക്കെ ഉണ്ടല്ലോ, സ്പോട്ട് ഞാൻ പറയും, എൻ്റെ മുന്നിൽ കണ്ട ഞാൻ ഉള്ള കാര്യം മൂത്തടിച്ച് പറയുകയും ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ആ ഒരു വ്യക്തിയോട് സഹകരിക്കാനും പോകത്തില്ല. എൻ്റെ ഒരു ശീലം അങ്ങനെ. ഓക്കെ, ഇനി നമുക്ക് ഇവരുടെ അന്നത്തെ വീഡിയോ ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഞാൻ എന്തായാലും പ്ലേ ചെയ്യാൻ പോവാണ്. സ്ട്രൈക്ക് അടിക്കത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ ടീക്കുട്ടിയുടെ ഫൈനൽ സ്കൂൾ, ടീക്കുട്ടിക്ക് എവിടെ നിർത്താനും ശരിയാവില്ല ഗൈസ്, അവൾക്ക് ജുമാട്ടൻ എടുത്താൽ മാത്രമേ ശരിയാവൂ. സോ ഫസ്റ്റ് നമുക്ക് കുറച്ചും കൂടെ ഓടിക്കാം. അദ്വൈക്കിന് ബാഗ് ഓൾറെഡി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ടീക്കുട്ടിയുടെ കുറെ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല കുറെ ഓഫേഴ്സ് വരുന്നുണ്ട് കേട്ടോ. സമൻ ബീത്തോ, ഓ ഇൻട്രസ്റ്റിംഗ് നെയിം കേട്ടോ. ഇത് കുഞ്ഞു നമ്മുടെ കുട്ടി ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇവിടെയൊക്കെ കൊറിയൻ പ്രൊഡക്ട്സ് അവൈലബിൾ. നമുക്ക് ഇങ്ങനെ കുട്ടികളുടെ ഓക്കെ, ഇതാണ്. ഇതിപ്പം ഞാൻ സത്യത്തിൽ ക്ലിപ്പ് മറച്ചിട്ടേ ഇല്ല, ഇതിപ്പോൾ കാണുന്നില്ല സാധനം. എന്താണെന്ന് അറിയത്തില്ല, ദൈവം മുൻകൂട്ടി കാണിച്ചു തരുന്നതാണോ എന്നും അറിയത്തില്ല. സാധാരണ ഇങ്ങനെ വരുന്നതുമല്ല. ഞാനിപ്പോൾ ഒറ്റയടിക്ക് റെക്കോർഡ് ചെയ്തിട്ട് ഇത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അതെല്ലാം ബ്ലറായിട്ടിരിക്കുന്നു. ഓക്കെ, എന്തായാലും ഒരു വോയിസ് ഞാൻ വെച്ചുതരാം. നമ്മുടെ യൂഷ്വൽ സൈക്കോടെ ചാനലിൽ നിന്ന് കിട്ടിയ ഒരു വോയിസ് ആണ് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടിട്ട് അന്ന് അവർ ആ കുട്ടിയുടെ ബാഗും കാര്യങ്ങളൊക്കെ കാണിച്ചൊരു വീഡിയോ ഇട്ടപ്പം ഒരു സബ്സ്ക്രൈബർ അയച്ചു കൊടുത്തൊരു വോയിസ് ആണ്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, സാധനം വേണമെന്ന് പറഞ്ഞിട്ട് വന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്കതൊന്നും മേടിച്ചു കൊടുക്കാനില്ല. അവരെ പോലെ റിച്ചും അല്ല, നമ്മള് റിച്ച് ആണെങ്കിൽ തന്നെ നമ്മളത് മേടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുട്ടികളുടെ എന്താ പറയാ മാനസികാരോഗ്യത്തിനെ തന്നെ തളർത്തുന്ന രീതിയിലാണ് ഇവരുടെ ഓരോ വീഡിയോസും വ്ളോഗ്സും. ഇത് ഒരു മനുഷ്യനും ഇതുവരെ യൂട്യൂബില് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെയാണ് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. അതായത് സാധാരണക്കാരായ കുഞ്ഞു മക്കള് ആരാണെങ്കിലും എല്ലാവർക്കും വീട്ടിൽ അച്ഛൻ്റെയോ അമ്മയുടെ കയ്യിലോ ഒരു എന്ത് ഒരു കൂലിപ്പണിക്ക് പോണ ആൾക്കാരാണെങ്കിലും എല്ലാവർക്കും വീഡിയോ കാണാൻ ഇൻട്രസ്റ്റാ.
കുഞ്ഞു മക്കളുടെ അല്ലേ? അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഈ കാണുന്നത് കുഞ്ഞു മക്കൾ കാണുന്ന ടിയക്കുട്ടി പറഞ്ഞ് കാണുക. ഈ ടിയക്കുട്ടിയുടെ വീഡിയോയിൽ എന്താ കാണുന്നത്? ഇങ്ങനെ സ്വപ്നതുല്യമായ കുറേ സാധനങ്ങൾ കണ്ട് ഈ പൊന്നു മക്കൾ ഇത് കണ്ട് കൊതിക്കുകയാണ് ചെയ്യണത്. അതിപ്പോ എനിക്കിപ്പോ എവിടെയെങ്കിലും വന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ആർക്കും അത് റീച്ച് കിട്ടില്ല. ആ ചാനലിനെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞ ചാനൽ മനസ്സിലായിട്ട് എന്താ പറ്റെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് വീഡിയോ ചെയ്തോട്ടെ, വീഡിയോ ചെയ്യണോണ്ട് നമുക്ക് ആർക്കും കുഴപ്പമില്ല, നമ്മൾ എൻജോയ് ചെയ്യും. ഇപ്പൊ ഈവൻ നമ്മളെല്ലാവരും എല്ലാ വീഡിയോസും കാണുന്നതാണ്. എല്ലാത്തരം വീഡിയോസ് നമുക്ക് താല്പര്യമുള്ള പലതും ഉണ്ടാവില്ലേ. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള വീഡിയോസ് മാത്രമല്ലല്ലോ യൂട്യൂബിൽ ഉണ്ടാവുക അല്ലെങ്കിൽ ഫർദർ ഫേസ്ബുക്കിൽ ഉണ്ടാവുക, അങ്ങനത്തെ ഒന്നും ഇല്ല. എല്ലാവർക്കും അവരവര് കോണ്ടന്റ് എന്തായാലും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോന്നും ചെയ്യും. അത് നമുക്ക് എവിടെയും പിടിച്ചെടുക്കാനോ ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് കുഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങളെയാണ് കൂട്ടുന്നത്. അത് വേറെ ആരുമില്ല. എനിക്ക് എന്റെ മകള് 7 വയസ്സായ മകൾക്ക് എനിക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല. ഈ സ്ത്രീ മേടിച്ചു കൊടുക്കുന്ന സാധനങ്ങളോ ഇവരെ ഫാമിലി മേടിച്ചു കൊടുക്കുന്ന ഇതൊക്കെ ഇവർക്ക് പ്രൊമോഷനായിട്ട് കിട്ടുന്ന പല സംഭവങ്ങളും ഉണ്ടാവും. അതെ, അവർ പറഞ്ഞ കറക്റ്റ് കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ആ വീഡിയോയ്ക്കകത്ത് തന്നെ സ്ക്രീൻ ഇതാണെന്ന് വെച്ചാൽ എൻ്റെ സൈഡിൽ തന്നെ ബാങ്കിൻ്റെ ഇത് കാണും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് കിട്ടും. അവർ അതിൽ കൂടെ ബിസിനസ് ഉണ്ടാക്കുന്നുണ്ട്. വീഡിയോയുടെ പൈസ കിട്ടും, ബാഗിൻ്റെ പൈസ കിട്ടും. അവർക്ക് നല്ല രീതിയിൽ ഏൺ ചെയ്യാനൊക്കെ പറ്റുകയൊക്കെ ചെയ്യും. ഇതൊക്കെ കണ്ട് പാവപ്പെട്ട ആൾക്കാർ, ഞാനൊരു കാര്യം പറയാം, ഈ ഫാമിലി വ്ളോഗ് കാണുന്ന ആൾക്കാരോട് എന്നേ പറയുള്ളൂ, അന്ധമായിട്ട് വിശ്വസിക്കരുത്. ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അഹാനയുടെ ഈ സ്റ്റൗവിൻ്റെ ഒരു പരസ്യം പ്രൊഡക്റ്റിൻ്റെ. അത് അവിടെ അമ്മൂമ്മയെ വെച്ച് അവൾ പ്രസന്റ് ചെയ്തത് വരെ ഞാനത് കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. അത് കണ്ടു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇവരൊക്കെ ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. ഈ സീരിയൽ പോലെ അഡിക്റ്റ് ആവരുത്, അത്ര എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഞാൻ കൂടുതലായിട്ട് അവരെ സംസാരിക്കുന്നൊന്നുമില്ല. അവർ അമ്മയോട് കാണിച്ചത് അത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്ട്രൈക്ക് അടിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. പിന്നെ ഒരു കാര്യം, അമ്മയെ ആ ഒരു വീഡിയോ കളയേണ്ട ആവശ്യമില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നുണ്ട് ഡിലീറ്റ് ചെയ്യാനോ അങ്ങോട്ട് ശ്രമിക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലായിരുന്നു. അതവിടെ കിടക്കട്ടെ. സ്ട്രൈക്ക് അടിച്ചാൽ തിരിച്ചത് പിടിച്ചെടുക്കാൻ നോക്കുക. അതായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, എന്തായാലും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.